ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ രാജ്യത്തെ ട്രംപിന് വിറ്റുവെന്നും ഇത് ലജ്ജാകരമെന്നും രാഹുൽ തുറന്നടിച്ചു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേരുകൾ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിലുണ്ടെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ആരോപിച്ചു. താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളുമായി തനിക്ക് ബന്ധമില്ലെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പിന്നീട് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 7 ദിവസത്തെ സഭാസ്തംഭനത്തിന് ശേഷം ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ സംസാരിക്കാൻ ലഭിച്ച അവസരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി വിനിയോഗിച്ചു. ബജറ്റിനെ കുറിച്ച് 2 വരി മാത്രം പറഞ്ഞ രാഹുൽ ഇന്ത്യ US വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു. കരാർ പൂർണ്ണമായ കീഴടങ്ങലാണെന്നും രാജ്യത്തിന്റെ ഭാവിയെ പണയപ്പെടുത്തിയെന്നും ഭാരതമാതാവിനെ വിൽക്കാൻ ലജ്ജയില്ലേ എന്നും രാഹുൽ. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother. You know why he sold India? Because they are choking him. US-ലെ കേസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അദാനിയെയല്ല, പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ താൻ ഭയം കാണുന്നു എന്ന് പറഞ്ഞ രാഹുൽ എപ്സ്റ്റീൻ ഫയൽ വിവാദവും സഭയിൽ ഉന്നയിച്ചു. There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. That's why he's not in jail. Rahul ji, jo bhi chahe. I'd also like to ask Mr. Hardeep Puri, who introduced him to Epstein. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പലതവണ ചെയറും ഭരണപക്ഷവും ഇടപെട്ടു. ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കണമെന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. All the points he has made have serious repercussion. He must authenticate on all the allegations he has made. भारत आगे बढ़ने से कांग्रेस दुखी हो जाते हैं. इसी से तो हम लोग का चिंता है. ജെഫ്രി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും എന്നാൽ കുറ്റകൃത്യങ്ങളുമായി തനിക്ക് പങ്കില്ലെന്നുമുള്ള വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്ത് വന്നു. That these facts are all known, they're in the public domain. 3 million emails have been released. All right? In these 3 million emails, I am in New York for 8 years. അവിശ്വാസ പ്രമേയ നോട്ടീസ് നേരിടുന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നും സഭയിൽ എത്തിയില്ല. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.